നമസ്കാരം. 2 ദിവസം മുമ്പ് നമ്മുടെ പത്രങ്ങളിൽ വന്ന ഒരു പരസ്യം അത് വളരെയധികം കോൺട്രോവേഴ്ഷ്യൽ ആയതും അത് യഥാർത്ഥ വാർത്തയാണെന്ന് വിശ്വസിച്ച് ആളുകൾ ഒരുപാട് പാനിക് ആയതും അത് പലവിധം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും നമ്മുടെ ചില പ്രമുഖ മാധ്യമപ്രവർത്തകർക്ക് പോലും അബദ്ധം പറ്റിയതും എല്ലാം നമ്മൾ കണ്ടു. ഇതിനെ ബേസ് ചെയ്ത് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ഒരു കാര്യം ഒന്ന് പറയാമെന്ന്, രസകരമായൊരു കാര്യം, രസകരം എന്ന് പറഞ്ഞുകൂടാ, കുറച്ച് വർറിയിങ് ആണ്, ഒരു കാര്യം പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആദ്യമായിട്ട് പറയട്ടെ, പത്രങ്ങൾ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്ത് ഒട്ടും ശരിയായില്ല. പരസ്യങ്ങൾ എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പത്രങ്ങൾ, പക്ഷെ അത് ചെയ്യുമ്പോൾ അത് വാർത്ത എന്ന രീതിയിൽ കൺഫ്യൂസിംഗ് ആയിട്ട് കൊടുക്കുന്നത് ഒരു നിയമപരമായിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ അറിയില്ല, പക്ഷെ എത്തിക്കലി അതൊരു ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് ആദ്യം തന്നെ വ്യക്തമായിട്ട് പറയട്ടെ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ പത്രമാധ്യമങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് അർത്ഥം വയ്ക്കുന്നതല്ല. ഓക്കെ, എങ്കിലും നമ്മൾ അതിലൊരു ഒബ്വിയസ് ആയ ചില കാര്യങ്ങൾ പിക്ക് ചെയ്യാൻ ഒരു ജനസമൂഹം എന്ന നിലയിൽ നമ്മൾ എത്രത്തോളം പരാജയപ്പെട്ടു എന്നുള്ള കാര്യം അത് ഒരിക്കൽ കൂടി നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ജോർജ് ഓർവെൽ, ആനിമൽ ഫാം, 1984 തുടങ്ങിയ ഉജ്ജ്വലമായ കൃതികൾ എഴുതിയ വളരെ മികച്ച റൈറ്ററായ ജോർജ് ഓർവെലിൻ്റെ ദേശീയത, ഫാസിസം, ജനാധിപത്യം എന്നുള്ളൊരു പുസ്തകം ഞാൻ കുറച്ച് മാസം മുമ്പ് വായിക്കേണ്ടായി. അതിലൊരു ചാപ്റ്റർ വായിക്കാം, കുറച്ച് ഭാഗങ്ങൾ. ചൊവ്വയിൽ നിന്നുള്ള അധിനിവേശത്തിന്റെ വിശകലനം. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് H.G. വെൽസിന്റെ ഭ്രമാത്മക കൃതിയായ ദ വാർ ഓഫ് വേൾഡ്സിനെ ആസ്പദമാക്കി മിസ്റ്റർ ഓർസൺസ് വെല്ലസ് നിർമ്മിച്ച റേഡിയോ നാടകം ന്യൂയോർക്കിലെ കൊളംബിയ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിൽ പ്രക്ഷേപണം ചെയ്തു. കബളിപ്പിക്കാൻ ചെയ്തതായിരുന്നില്ലെങ്കിലും പ്രവചിക്കാനാവാത്ത അത്ഭുതകരമായ ചില ഫലങ്ങൾ ആ പ്രക്ഷേപണം ഉളവാക്കി. ആ നാടകത്തെ ധാരാളം പേർ വാർത്തയായി തെറ്റിദ്ധരിച്ചു. 1940 എഴുതിയ ആർട്ടിക്കിളാണ് ഇത്. 1940. ചൊവ്വാഗ്രഹത്തിൽ നിന്നുള്ള മനുഷ്യർ അമേരിക്ക കീഴടക്കിയെന്നും 100 അടി ഉയരവും ഇരുമ്പ് കാലുകളുമുള്ള അവർ നാട്ടുപ്രദേശങ്ങളിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്നും കണ്ണിൽ പെടുന്നതിനെയെല്ലാം തങ്ങളുടെ ചൂട് രശ്മികൾ കൊണ്ട് ചുട്ടിരിക്കുകയാണെന്നും അവർ തെറ്റിദ്ധരിച്ചു. ഇതാ നാടകമായിരുന്നു ശരിക്ക്. ഒറിജിനൽ വാർത്തയാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. റേഡിയോയിൽ വന്ന നാടകമായിരുന്നു. ചിലർ ആകെ പരിഭ്രമിച്ച് കാറുകളിൽ കയറി സ്ഥലം വിട്ടു. കൃത്യം കണക്കറിയില്ലെങ്കിലും സർവേ നടത്തിയവരുടെ കണക്കനുസരിച്ച് 6 ദശലക്ഷം ആളുകൾ ആ പ്രക്ഷേപണം കേൾക്കുകയും 1 ദശലക്ഷത്തോളം ആളുകൾ പലതരത്തിൽ പരിഭ്രാന്തരാവുകയും ചെയ്തു. അന്ന് ഈ സംഭവം ലോകമൊട്ടുക്കും കൗതുകം വളർത്തുകയും ഈ അമേരിക്കക്കാരുടെ കാര്യമെന്ന് പറഞ്ഞ് പലരും കളിയാക്കുകയും ചെയ്തു. പക്ഷേ വിദേശത്ത് പ്രത്യക്ഷപ്പെട്ട വാർത്തകൾ അധികവും തെറ്റിദ്ധാരണാജനകമായിരുന്നു. ഓർസൺ വെല്ലസിന്റെ നാടകത്തിന്റെ പാഠം മുഴുവൻ ഇന്ന് ലഭ്യമാണ്. തുടക്കത്തിലുള്ള ഒരു അറിയിപ്പും അവസാന ഭാഗത്തുള്ള ഒരു സംഭാഷണവും ഒഴിച്ചാൽ ബാക്കി മുഴുവൻ യഥാർത്ഥത്തിലുള്ള ന്യൂസ് ബുള്ളറ്റിന്റെ രൂപത്തിലാണ്. നമ്മുടെ പരസ്യം പോലെ ഒരു ചെറിയതേ ഉള്ളൂ പരസ്യമാണ്, ബാക്കിയൊക്കെ വായിച്ചാൽ യഥാർത്ഥമായിട്ട് തോന്നും. ആൻഡ് ദിസ് ഹാസ് ഹാപ്പൻ many years ago, nearly 90 years ago. ഓക്കെ, അതാത് സ്റ്റേഷനുകളുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ടുള്ള രൂപത്തിലുള്ളതായിരുന്നു അത്തരത്തിലുള്ളൊരു നാടകം അവതരിപ്പിക്കാൻ ആ ഒരു രീതി ആവശ്യവുമായിരുന്നു. നാടകം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം റേഡിയോ വെച്ച് നിരവധി ആളുകൾ അതിനെ ന്യൂസ് ബുള്ളറ്റിനായി തെറ്റിദ്ധരിച്ചതും സ്വാഭാവികമാണ്. 2 തരത്തിലുള്ള വിശ്വാസമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ നാടകം ഒരു ന്യൂസ് ബുള്ളറ്റിൻ ആണെന്നും ഒരു ന്യൂസ് ബുള്ളറ്റിനെ വിശ്വാസത്തിലെടുക്കാമെന്നും. കണ്ടോ, ഇന്നും ഒരു പത്രമാധ്യമത്തിലാണത് വന്നത്. ആ പത്രമാധ്യമത്തിനെ വിശ്വാസത്തിലെടുക്കാമെന്നുള്ള ജനങ്ങളുടെ ചിന്താഗതിയാണ് ഇവിടെ, ആ വിശ്വാസമാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. കുറേയൊക്കെ അമേരിക്കയിൽ ഒരുപാട് പേര് അന്നത്തെ കാലത്ത് റേഡിയോ കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ വാർത്തയുടെ സത്യാവസ്ഥ അന്വേഷിക്കാൻ മെനക്കെട്ടുള്ളൂ എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. നാടകത്തിനെ ന്യൂസ് ബുള്ളറ്റിനായി തെറ്റിദ്ധരിച്ച 250 ആളുകളുടെ പല രീതിയിലുള്ള പ്രതികരണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പല രീതിയിൽ ആൾക്കാർ വിചാരിച്ചു. ലോകാവസാനമായെന്ന് കേട്ടതും യാതൊരു സംശയവുമില്ലാതെ അവരത് മുഖവിലേക്ക് എടുത്തു. ജർമ്മനിയോ ജപ്പാനോ ആണ് ആക്രമണം നടത്തുന്നതെന്ന് കരുതിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഭൂരിപക്ഷം ആളുകളും കരുതിയത് അത് ചൊവ്വാഗ്രഹത്തിൽ നിന്നുള്ളവരുടെ ആക്രമണമാണെന്നായിരുന്നു. ആക്രമണം എന്ന വാക്കു മാത്രം അയൽക്കാരിൽ നിന്ന് കേട്ടവരും നാടകമാണ് കേൾക്കുന്നതെന്ന് മനസ്സിലാക്കിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ രസകരമായ പലരുടെയും പ്രതികരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആളുകൾ സംഭീതരായി എന്നതിനുള്ള കൃത്യമായൊരു വിശദീകരണവും സർവേ നൽകുന്നില്ല. ഈ വാർത്ത ഏറ്റവും അധികം ബാധിച്ചത് പൊതുവെ ദരിദ്രരും നിരക്ഷരരുമായവരെയും അതിലുമുപരിയായി സാമ്പത്തികമായി അരക്ഷിതരോ അസംതൃപ്തരായ വൈയക്തിക ജീവിതം നയിച്ചവരെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ അതത്ര ശരിയല്ല എന്ന് കാണേണ്ടി വരും. അന്നത് ചിലപ്പോൾ ശരിയായിരുന്നിരിക്കാം. ഇന്ന് കേരളം പോലൊരു സംസ്ഥാനത്ത് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള പലരും ഇതിൽ കബളിക്കപ്പെട്ടു. അപ്പോൾ ഇത് വിദ്യാഭ്യാസമില്ലായ്മയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. വിദ്യാഭ്യാസവും എല്ലാം ഉള്ളപ്പോഴും വാർത്താ സ്രോതസ്സുകളെ അതിൻ്റെ ഒറിജിനാലിറ്റി അതിലെന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്യാനും അത് വെരിഫൈ ചെയ്യാനും അത് ക്രോസ് ചെക്ക് ചെയ്യാനും അത് നമ്മുടെ റാഷണാലിറ്റിയിലൂടെ കടത്തിവിട്ടത് ശരിയാണോ എന്ന് ചിന്തിക്കാനൊന്നും നമുക്ക് പലപ്പോഴും ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ എന്നാൽ നിരാശാജനകമായ കാര്യമാണ്. ഈ വാർത്ത പോട്ടെ, ഡിജിറ്റൽ കറൻസിയുടെ കാര്യത്തിൽ ചിലപ്പോൾ തെറ്റുപറ്റാം. പ്രത്യേകിച്ച് നമ്മുടെ നോട്ട് നിരോധനം കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാണല്ലോ. പക്ഷേ വേറെയും വാർത്തകൾ ഉണ്ടായിരുന്നു. അതിൽ AI ഒരു ഡിസാസ്റ്റർ പ്രൊഡിക്റ്റ് ചെയ്ത് കുറേ പേരെ രക്ഷിച്ച വാർത്ത ഉണ്ടായിരുന്നു. അതും പോട്ടെ. പിന്നെ ഓഷ്യനസ്, ഒരു അണ്ടർ സീ
എന്താ പറയുക സിറ്റി ടൗൺഷിപ്പിനെ കുറിച്ചുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴെങ്കിലും നമുക്ക് സംശയം തോന്നേണ്ടതായിരുന്നു. പോട്ടെ, അതും കഴിഞ്ഞ് നമ്മളൊരു റോബോട്ട് മന്ത്രി 1 വർഷം തികച്ച കാര്യമുണ്ടായിരുന്നു. അവിടെ എന്താണെങ്കിലും നമ്മൾ പിക്ക് ചെയ്യേണ്ടതായിരുന്നു. അത്രയും നമ്മളായിട്ടില്ല. നമ്മുടെ മന്ത്രിസഭയിൽ ഒരു റോബോട്ട് മന്ത്രി വന്നിട്ട് 1 വർഷം തികക്കേണ്ട സമയമായിട്ടില്ല. ഇനി അതും പോട്ടെ, ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള കോമ്പറ്റീഷൻ, അതിലെ വിജയി ആ ലെവലിൽ വരെ എത്തിയിരുന്നു. അവിടെയെങ്കിലും നമ്മൾ പിക്ക് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതുപോലും പിക്ക് ചെയ്യാൻ ഒരു വലിയ വിഭാഗം ആളുകൾക്ക്, ഇത്രയും വിദ്യാഭ്യാസവും പ്രബുദ്ധതയും എല്ലാം ഉള്ള നമ്മളുടെ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് പറ്റിയില്ല. ന്യൂസ് ആങ്കർമാർക്ക് പോലും ഇത് പിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഇതൊരു അപ്രിയ സത്യമാണ്. സത്യത്തെ തിരിച്ചറിയാൻ നമ്മൾ ഇനിയും ഒരുപാട് നമ്മളെ തന്നെ ഷാർപ്പ് ട്യൂൺ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു മീഡിയയും, അത് പത്രമാധ്യമമായാലും എന്താണെങ്കിലും, കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്നും അവർ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാമെന്നും ഫോർ ദ അംപ്റ്റീൻത് ടൈം വീണ്ടും വെളിവായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മുടെ കണ്ണുകൾ തുറന്നു വയ്ക്കുക, കുറച്ചും കൂടി ഫ്രെയിം വലുതാക്കി ചുറ്റുമുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വായിക്കുക, താരതമ്യം ചെയ്യുക. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ടെക്നോളജിയുടെ കേസിൽ, ബാക്കി കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ സാധാരണ അവസ്ഥകൾ, ചില കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ പല രീതിയിലുള്ള ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രോസ് ചെക്കിങ് ആവശ്യമാണ്. അതില്ലെങ്കിൽ ദീസ് പീപ്പിൾ വിൽ കീപ്പ് ഓൺ ഫൂളിങ് us ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. പത്രമാധ്യമങ്ങൾക്കോ വേറെ ഏതെങ്കിലും മീഡിയകൾക്കോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീതിബോധം കൂടുമെന്നോ അവരിത് ചെയ്യാതിരിക്കുമെന്നോ നമ്മൾ വിശ്വസിക്കുന്നതിൽ കാര്യമില്ല. നമുക്ക് മറ്റാരെയും നിയന്ത്രിക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ കാലത്ത്, പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് പറയപ്പെടുന്ന ഈ കാലത്ത്, ഏത് കാലമാണെങ്കിലും 1940 ആണെങ്കിലും 2025 ആണെങ്കിലും, വി ആർ വെരി ഈസിലി ഫൂൾഡ് എന്നുള്ള സത്യം തന്നെയാണ്. അപ്പോൾ നമ്മളത്ര വലിയ സംഭവമൊന്നുമല്ല, നമ്മളെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയുമെന്നുള്ളത് ഒന്നുകൂടി ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം ആൻഡ് ഇറ്റ്സ് സർട്ടൻലി നോട്ട് ദ ലാസ്റ്റ് ടൈം, ഒന്നുകൂടി വ്യക്തമാവുകയാണ്. പിന്നെ ഇതിൽ പറയുന്നു, 10 വർഷത്തോളമായി തൊഴിലില്ലാത്തവർക്കും പാപ്പരത്വത്തിന്റെ വക്കിലെത്തിയവർക്കുമൊക്കെ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന വാർത്ത ആശ്വാസമായിരിക്കും നൽകിയിട്ടുണ്ടാവുക. ഒരു രക്ഷകന്റെ കയ്യിലേക്ക് തങ്ങളെ അപ്പാടെ വലിച്ചെറിയാൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇതുപോലുള്ള മാനസികാവസ്ഥയാണ്. ആഗോളമായ മാനസിക തളർച്ചയുടെ ചരിത്രത്തിനുള്ള ഒരു അടിക്കുറിപ്പാണ് ഈ പുസ്തകം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളെ മണ്ടന്മാരാവാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ജോലിയാണ്. ഒന്നുകൂടി വിശദമായി നോക്കിയിരുന്നെങ്കിൽ ഈ കേസിൽ പറ്റിക്കപ്പെട്ട ആളുകളുടെ എണ്ണം വളരെയധികം കുറയുമായിരുന്നു. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും ജസ്റ്റ് മേക്ക് ദ ഫ്രെയിം ബിഗർ, ഡു ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ക്രോസ് ചെക്കിങ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നെവർ എവർ അലോ എനിത്തിങ് ടു ബൈപാസ് അവർ ബ്രെയിൻ, അവർ റാഷണാലിറ്റി. തിങ്ക്. ഉടനെ തന്നെ പാനിക് മോഡിൽ റെസ്പോണ്ട് ചെയ്യാതെ അതിൻ്റെ പ്രോബബിലിറ്റിയെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ഒക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഈ ന്യൂസ് തന്നെ പലരുടെയും പേരുകളൊക്കെ തെറ്റായിരുന്നു. ഒന്ന് വായിച്ചെങ്കിൽ, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ നമുക്ക് മനസ്സിലായേനെ. ബട്ട് വി ഈസിലി ഗോട്ട് പാനിക്ഡ് ആൻഡ് വി ഈസിലി ഗോട്ട് ഫൂൾഡ്. വെർച്വൽ അറസ്റ്റും പലവിധ തട്ടിപ്പുകളൊക്കെ നടക്കുന്ന കാലമാണിത്. സോ വി ഹാവ് ടു എക്യുപ്പ് അവർസെൽവ്സ് ബെറ്റർ. ഓക്കെ, ഈ പുസ്തകത്തിലെ ഈ 4 പേജിൻ്റെ ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇടാം. 1938-40s നടന്ന ഈ സംഭവം 87 വർഷത്തിന് ശേഷം വീണ്ടും മറ്റൊരു രീതിയിലാണെങ്കിലും ബേസിക്കലി പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് ശൈലി കൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആ ഒരു കോമൺ ത്രെഡ് ഇവിടെയും അവിടെയും ഉണ്ട്. ഈ കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വായിച്ച ഈ പുസ്തകമാണ് ആലോചിച്ചത്. സോ ബി ബെറ്റർ കൺസ്യൂമേഴ്സ് ഓഫ് ന്യൂസ്, ബി മോർ സ്കിൽ കൺസ്യൂമേഴ്സ് ഓഫ് ന്യൂസ്, ആൻഡ് യൂസ് അവർ ഡിസ്ക്രിപ്ഷണറി പവർ better, more wisely, so that we don't get fooled. ഇത്രയാണ് പറയേണ്ടത്. താങ്ക് യു.